ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചന ഭാഗം. കർത്താവ് പറഞ്ഞ ഉദാഹരണങ്ങളിൽ കർത്താവ് നാം ആയിത്തീരണമെന്ന് പറഞ്ഞ ഭാവഭേദങ്ങളിൽ ഏറ്റവും സുഖകരമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മളുമായിട്ട് അവിടുന്ന് പങ്കുവയ്ക്കുക. കുഞ്ഞുങ്ങളെ പോലെ ആകണം. കുഞ്ഞുങ്ങളെ പോലെ ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വിരിയുന്ന സ്വാഭാവികമായ ചിന്ത നിഷ്കളങ്കതയെക്കുറിച്ചും നൈർമല്യമുള്ള മനസ്സിൻ്റെ ഉടമയാവുക എന്നതിനെക്കുറിച്ചുമൊക്കെ ആകാം. ആരോടും പകയില്ല, വിദ്വേഷമില്ല. മമ്മിമാർ മക്കളെ മരുന്ന് കൊടുക്കാൻ വേണ്ടി ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിയുമ്പോഴും അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിച്ച് മമ്മിയുടെ പപ്പായുടെ കയ്യിൽ നിന്ന് നിറയെ തല്ല് മേടിച്ചു കൂട്ടുമ്പോൾ അവർ പിന്നെയും പിന്നെയും ആശ്രയമായിട്ട് ചേർത്ത് പിടിക്കുന്നത് ആ അമ്മയാണ്. ഉള്ളിലൊന്നുമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. എന്നാൽ എക്കാലവും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചിന്ത, കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ചേർത്ത് പിടിക്കൽ തന്നെയാണ്. ആശ്രയബോധം. എന്നെ സഹായിക്കാൻ എൻ്റെ മമ്മിയല്ലാതെ എൻ്റെ പപ്പയല്ലാതെ വേറെ ആരുമില്ല എന്ന് വിശ്വസിക്കാൻ തോന്നുന്ന, വിശ്വസിപ്പിക്കുന്ന അവൻ്റെ സാഹചര്യങ്ങളോ അവൻ്റെ മനസ്സിൻ്റെ വൈകാരിക ഭാവങ്ങളോ ഒക്കെയാണ്. തല്ല് കിട്ടിയാലും എൻ്റെ മമ്മിയാണ് എൻ്റെ സഹായം. കുരുത്തക്കേട് കാണിക്കുമ്പോൾ എൻ്റെ ചെവിക്ക് പിടിച്ച് കിഴിക്കാലും എൻ്റെ അപ്പനാണ് എന്നെ താങ്ങുന്നത് എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ മറ്റാരിലും ആശ്രയിക്കാൻ ആവാത്തവണ്ണം അവനെ മാതാപിതാക്കളോട് ചേർത്ത് വയ്ക്കാറുണ്ട്. താൻ പോരിമയുടെയും അഹങ്കാരത്തിൻ്റെയും സ്വന്തം കാലിൽ നിൽക്കലിൻ്റെയും പിന്നെ ഒരുപക്ഷെ കാണുന്നവരുടെ പിന്നാലേക്ക് പോകാനൊക്കെ എടുക്കുന്ന തീരുമാനം, അത് നമ്മളെ അതിശയിപ്പിക്കാറുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നത് മറ്റൊരു സത്യം. കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെയായി പഠിക്കാനായി പുറത്തു പോകുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ വിട്ടെറിഞ്ഞ് ഇന്നലെ കണ്ട ഒരുവൻ്റെ പിന്നാലെ പോകാൻ കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ വെച്ച് എനിക്ക് ഈ അപ്പനും അമ്മയുടെയും കൂടെ പോകണ്ട, എനിക്ക് എൻ്റെ ഈ അച്ചായൻ മതി, ചേട്ടൻ മതി, ഇക്ക മതി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നത് ഇന്ന് തിരുവചനം പ്രതീക്ഷിക്കാത്ത മാറ്റമാണ്. കുഞ്ഞുങ്ങളുടെ മനോഭാവം അവരുടെ ജീവിതത്തിലെന്നും ഈ അപ്പനും അമ്മയും തങ്ങൾക്ക് ആശ്രയമായി ഉണ്ടാകും എന്നതാണ്. രസകരമായ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരിക, കുഞ്ഞുനാളിൽ സഹോദരിയുടെ മാരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ചുടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കുറ്റവും വഴക്കും ഒക്കെ പറഞ്ഞാൽ, ഒന്ന് പേടിപ്പിച്ചാൽ അവർ ഓടിച്ചെന്ന് അവരുടെ മമ്മിയുടെ വട്ടം പിടിക്കും. എന്നിട്ട് തിരിഞ്ഞ് വലിയ ശൗര്യത്തോടെ ഒരു വരവുണ്ട്, നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാവട എന്ന ഭാവത്തിൽ. കാരണം എൻ്റെ അപ്പനും അമ്മയും കൂടെയുണ്ടായെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ കീഴടക്കാനാകില്ല എന്ന തിരിച്ചറിവ്. കുരങ്ങന്മാർ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴോട്ടൊക്കെ ചാടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങൾ അള്ളിപ്പിടിച്ച് ആ അമ്മയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കും. എത്ര മുകളിൽ നിന്ന് ചാടിയാലും എത്ര ദൂരത്തേക്ക് പോയാലും അവർ അവിടെ സുരക്ഷിതരാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. ഒരു എല്ലാ മക്കളുടെയും നന്മ നിറഞ്ഞ ഭാവമാണിത്, കുഞ്ഞുങ്ങളെ പോലെ ആകാൻ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെപ്പോലെ നാം ആകണമെന്ന് പറഞ്ഞാൽ ഈശോ വിവക്ഷിക്കുന്നത്
ഈ ആശ്രയബോധം ദൈവത്തിൽ അർപ്പിക്കണമെന്ന്. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കെന്നെക്കെതിരെ നിൽക്കാനാകുമെന്ന പൗലോസ്ലീഹായുടെ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തുന്നത് ഈ ചിന്തയാണ്. ദുഃഖമോ ആപത്തോ വാളോ നഗ്നതയോ എന്തു വന്നാലും, ഇഫ് ജീസസ് ഈസ് വിത്ത് മീ ഐ ആം പവർഫുൾ ഇനഫ്. ഈ വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയായിട്ട് മാറട്ടെ പ്രിയപ്പെട്ടവരെ. എപ്പോഴും എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ, താൻ പോരുമേടെയും അഹങ്കാരത്തിൻ്റെയും ലോക വഴികളുടെയും എല്ലാം വിട്ടുവിട്ടിട്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ ആശ്രയമെന്ന ബോധ്യത്തോടെ അവനെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.